കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള തിയറി പാർട്ട് കഴിഞ്ഞിരുന്നു അല്ലേ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ലെറ്റസ് എസ്എസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണ്. അപ്പോൾ എക്സാമിനൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ഉണ്ടാവും. ന്യൂമറിക്കൽസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താ ക്വസ്റ്റ്യൻസുകൾ നമുക്കിതിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഡിഗ്രി സെൽഷ്യസ് എന്ന് കെൽവിനിലേക്ക് നമ്മൾ എങ്ങനെയാണ് ടെമ്പറേച്ചറിൻ്റെ അളവ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം സയൻറ്റിഫിക് കാൽക്കുലേഷൻസിലൊക്കെ നമ്മൾ സാധാരണ എടുക്കുന്ന കെൽവിനിലുള്ള ടെമ്പറേച്ചേഴ്സാണ്. അപ്പം നമുക്കറിയുന്നൊരു കാര്യമാണ് ഈ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 കെൽവിനാണ്. അതായത് സെൽഷ്യസ് സ്കെയിലിൽ മിനിമം ടെമ്പറേച്ചർ നമ്മൾ കാണുന്നത് 0 ആണെങ്കിൽ കെൽവിൻ സ്കെയിലിൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ മിനിമം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 273 ആണ്. ഓക്കെ, സെൽഷ്യസിൽ 0 പോലെ തന്നെയാണ് കെൽവിനിൽ 273. അപ്പോൾ 0ൻ്റെ താഴെ പോകുമ്പോൾ നെഗറ്റീവ് പോകുന്ന പോലെ തന്നെ 273ൻ്റെ താഴെ പോകുമ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും വരാം. ഓക്കെ, നമുക്കത് വേണം. പിന്നെ മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടോ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 373. അതെങ്ങനെയാണ് കിട്ടിയത്? നമ്മളെന്താ ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ ഇപ്പം ടെമ്പറേച്ചർ ഇൻ കെൽവിൻ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 273ൻ്റെ കൂടെ ഇതിനെ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 273 കൂടെ പ്ലസ് ചെയ്യാം. അപ്പം കെൽവിനിലേക്കാണ് നമുക്ക് മാറ്റുന്നതെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ പ്ലസ് 273 അത് ചെയ്താൽ ടെമ്പറേച്ചർ ഏതിലേക്ക് മാറും? കെൽവിനിലേക്ക് മാറും. ഇനി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിലോ നമുക്ക് കെൽവിനിലുള്ള ടെമ്പറേച്ചർ മൈനസ് 273 ചെയ്യണം. ഓക്കെ, എന്നാലേ മാറാതെ. അപ്പം നമുക്ക് ആദ്യം ഇവിടെ തന്ന എത്ര 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് തന്നത്. കെൽവിനിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 100 പ്ലസ് 273 അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 373 കെൽവിന് കിട്ടി. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാണെന്ന്. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ പ്ലസ് 273 അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിലേക്ക് മാറും? കെൽവിനിലേക്ക് മാറും. അപ്പം 7 + 3 10 303 കെൽവിനായി. ഓക്കെ, അതിൻ്റെ ആൻസർ എന്തായി? 303 കെൽവിൻ എന്നാണ് വരിക. 303 കെൽവിൻ. ഇനി ഇവിടെ 300 കെൽവിനാണ് നമുക്ക് വേണ്ടത്. ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോർമുല എഴുതി വെച്ചാണ്. ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? കെൽവിനിലുള്ള ടെമ്പറേച്ചർ മൈനസ് 273 അത് ചെയ്താൽ ഏതിലേക്ക് മാറും? അത് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറും. അപ്പോൾ 300 മൈനസ് 273 ചെയ്താൽ എത്രയായിരിക്കും വരിക? 10 - 3 7 9 - 7 2 27 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ 27 27. ഓക്കെ, 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 273 പ്ലസ് 40. അപ്പം അത് കെൽവിനിലേക്ക് മാറും. 3 7 + 4 11 313. അപ്പം കെൽവിനിലുള്ള എത്രയാണ്? 313. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. കെൽവിനിലേക്ക് മാറ്റാൻ 0 ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുന്നത്? സെൽഷ്യസിൻ്റെ വാല്യൂ പ്ലസ് 273. അതേപോലെ കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? കെൽവിനിലുള്ള വാല്യൂ മൈനസ് 273. ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്ക് ആറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പം ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? നമുക്കറിയാം ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് ഒരെണ്ണത്തിൻ്റെ 1 ആണ്. അപ്പോൾ എത്ര ഹൈഡ്രജൻ്റെ ഇവിടെ? 2 ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ 1 × 2 എത്രയായി? = 2. 1 × 2 = 2 ആണ് വരുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമുക്കറിയാം കാർബണിൻ്റെ 12 ഒരു കാർബൺ ആയതുകൊണ്ട് 12 × 1 പ്ലസ് ഓക്സിജൻ്റെ എത്രയാണ്? 16. അങ്ങനത്തെ 2 ഓക്സിജൻ ഉണ്ട്. O2 അല്ലേ? അപ്പോൾ 16 × 2. അപ്പോൾ 16 × 2 32 ആണ്. 32 + 12 ചെയ്താൽ നമുക്ക് കിട്ടുക 44. ഇനി അമോണിയ നൈട്രജൻ്റെ 14 ആണ്. അപ്പോൾ 14 × 1 അല്ലെങ്കിൽ 1 × 14 പ്ലസ് ഹൈഡ്രജൻ്റെ ഒരെണ്ണമാണ്. അങ്ങനത്തെ 3 എണ്ണം 1 × 3. അപ്പോൾ 14 + 3 എത്രയാണ്? 17. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചു. ഇനി നമ്മളൊരു ഫോർമുല പഠിച്ചിരുന്നു തിയറിയിൽ, ഓർമ്മ ഉണ്ടോ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? മാസ് ബൈ
ദ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്സാണ് അല്ലേ. ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പം നമുക്കിവിടെ ഗിവൺ മാസ് 10ആണ് ഗിവൺ മാസ്. മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 2 ആണ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 മാസ് ബൈ മോളിക്കുലാർ മാസ് എത്ര മോൾസായി? 5 മോൾസായി. അപ്പോൾ ഈ 112 എത്ര കിട്ടി? എങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം ഒരു മോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ അതിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂ എത്രയായിരിക്കും? എത്ര വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അല്ലേ. ഇത് 1 മോളിൻ്റെ ആണ്. അങ്ങനെ എത്ര മോളുണ്ട് ഇവിടെ? 5 മോൾസ് ഉണ്ട്. അപ്പം 5 × 22.4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ 112 കിട്ടും. അങ്ങനെയാണ് അവിടെ 112 കിട്ടിയത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്ത് നോക്കാം. 22.4 × 5. 5 4s are 20, 5 2s are 10 plus 2 12, 5 2s are 10 plus 1 11. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞാൽ ഒരു നമ്പർ ഉണ്ട് അല്ലേ. അതേപോലെ നമ്മൾ പോയിൻ്റ് കഴിഞ്ഞാൽ ഒരു നമ്പർ ഇടാൻ ഇവിടെയാണ് ഡെസിമൽ പ്ലേസ് ഇടാം. അപ്പോൾ 112.0. പക്ഷേ 112.0 എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെടുക്കുന്നുള്ളൂ? 112 എടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഇവിടെ എന്തായത്? 112 ലിറ്റേഴ്സ് ആയത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഗിവൺ മാസ് 440 ഗ്രാം ആണ്. നമ്മളിവിടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചിട്ടുണ്ട് 44. നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി? 440 ഡിവൈഡഡ് ബൈ 44. അപ്പം 44 ഒരു പ്രാവശ്യം അടുത്ത 0 കൂടെ അവിടെ ഇട്ടാൽ മതി. അപ്പോൾ എത്രയായി? 10 മോൾസായി അല്ലേ. 10 മോൾസ്. അപ്പം ഇവിടെ എത്ര വോളിയം ഉണ്ടാവും? എന്ത് ചെയ്താൽ മതി? 22.4 × 10. ഒരു മോൾ HSTP 22.4 ആണ്. അങ്ങനെ 10 ആണെങ്കിൽ നമുക്ക് 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2240 എന്നാണ് കിട്ടുക. പക്ഷേ അവിടെ പോയിൻ്റ് കഴിഞ്ഞ ഒരു നമ്പർ ഇല്ലേ. അപ്പോൾ ആൻസറിലും പോയിൻ്റ് കഴിഞ്ഞ ഒരു നമ്പർ വേണം. അപ്പം 0.0. ആ 0.0 നമ്മൾ ഇടാറില്ല. അത് ഒഴിവാക്കിയിട്ട് നമ്മളവിടെ എന്താ ചെയ്യുന്നത്? അപ്പം നമ്മളവിടെ എന്താ ചെയ്തത് വെച്ചാൽ 224 ലിറ്റേഴ്സ് എന്നാക്കി എഴുതി. 224 ലിറ്റേഴ്സ്. ഓക്കെ, ഇനി ഇവിടെ 340 ഗ്രാമാണ് ഗിവൺ മാസ്. അതിൻ്റെ മോളിക്കുലാർ മാസ് 17 ആണ്. നമുക്കറിയാം 17 × 2 ആണ് 34. അപ്പം ആ 0 കൂടെ ഇട്ട് കഴിഞ്ഞാൽ എത്ര മോൾസാണ്? 20 മോൾസാണുള്ളത്. ഓക്കെ, 20 മോൾ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 22.4 × 20. അത് ചെയ്താൽ നമുക്ക് കിട്ടാം. ഇവിടെ 0 ഇട്ട് 4 2s are 8, 2 2s are 4, 2 2s are 4. അപ്പം 448.0 എന്ന് വരും. 448.0. പക്ഷേ നമ്മൾ ആ 0.0 ഒഴിവാക്കിയിട്ട് അവിടെ എത്ര ഇടുള്ളൂ? 448 ലിറ്റേഴ്സിനെ ഇടുള്ളൂ. ഓക്കെ, ഇവിടെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ തിയറിയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A balanced equation of the reaction to produce ammonia is given. നമുക്ക് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ. N2 + 3H2 gives 2NH3. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ how many moles of hydrogen is required for 10 moles of nitrogen to react completely. നമുക്ക് എത്ര മോൾസ് നൈട്രജൻ വേണം? 10 മോൾ നൈട്രജനെ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തീർക്കാൻ. അപ്പം നമുക്കിവിടെ ഈ റിയാക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. 1 മോൾ ഹൈഡ്രജൻ വേണം. 3 ഹൈഡ്രജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 മോൾസ് ഓഫ് അമോണിയ. ഇതാണ് അതിൻ്റെ ജനറൽ റിയാക്ഷൻ വരുന്നത് അല്ലേ. നമ്മളവിടെ എഴുതിയിട്ടുണ്ട് 1 മോൾസും ഇവിടെ എത്ര ഹൈഡ്രജൻ മോൾസ് ഉണ്ട്? 3 മോളാണ് വരുന്നത് അല്ലേ. 3 മോൾ. നമുക്ക് ഇൻ മോൾസ് എഴുതാം. ഇൻ മോൾസ് എഴുതുമ്പം 1 മോൾ + 3 മോൾ gives 2 മോൾസ് ഓഫ് അമോണിയ ആണ് വരുന്നത്. 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? അമോണിയ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി 10 മോൾസ് ഓഫ് നൈട്രജൻ എത്ര റിയാക്ട് ചെയ്യും? എത്ര വേണം ടു റിയാക്ട് കംപ്ലീറ്റ്ലി? ഫോർ 10 ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ 10 മോൾ നൈട്രജൻ പ്ലസ് ഡാഷ് മോൾ ഹൈഡ്രജൻ വേണം എന്നാണ് നമ്മളടുത്ത് അവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. എത്ര മോൾ വേണ്ടി വരും? അപ്പം 1 മോളിന് 3 മോളാണെങ്കിൽ 10 മോളിന് എത്ര മോൾസ് ഹൈഡ്രജൻ വരും? 1 × 3 ആണ് അല്ലേ. അപ്പോൾ 10 × ഇവിടെ എത്ര ചെയ്താൽ മതി? 10 × എത്ര ചെയ്യണം അവിടെ നമുക്ക്? 1 × 3. അപ്പോൾ 10 × 3 തന്നെ. അപ്പോൾ അവിടെ എത്ര വേണ്ടി വരും? 30 മോൾ വേണ്ടി വരും. ഓക്കെ, 1 × 3 ആണ് നമുക്കിവിടെ 3 മോളിന് കിട്ടിയത്.
അപ്പോൾ 10-ന് എത്ര വേണം? 1-ന് 3 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് ഇവിടെ 3 മോൾസ് ആയത്. അപ്പോൾ 10-ന് എത്ര വേണം? 30 മോൾ വേണം. അപ്പോൾ നമുക്കിവിടെ എത്ര മോൾസ് ഓഫ് അമോണിയ കിട്ടും? 2 മോളാണ് കിട്ടിയത്. ഇവിടെ 20 മോൾ. എല്ലാം 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 × 10 10, 3 × 10 30, 2 × 10 20. എളുപ്പവഴി ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാം, ഇതിന് നമുക്ക് 1 ഗ്രാമിന് അല്ലെങ്കിൽ എത്ര വേണം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് തീർത്തെന്ന് മാത്രം. അപ്പോൾ ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ ഇസ് റിക്വയർഡ്? എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം? നമുക്കിവിടെ 30 മോൾസ് പോരെ അല്ലേ? 30 മോൾ ഓഫ് ഹൈഡ്രജൻ മതി. 30 മോൾ ഓഫ് ഹൈഡ്രജൻ ഇസ് റിക്വയർഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 30 മോൾസ് ആണ്. ഇനി ഹൗ മച്ച് അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇഫ് 10 മോൾസ് ഓഫ് നൈട്രജൻ റിയാക്ട് കംപ്ലീറ്റ്ലി? എത്ര മോൾ അമോണിയ നമുക്ക് കിട്ടുമെന്നാണ് ചോദിച്ചത്. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 20 മോൾസ് ഓഫ് അമോണിയ. 20 മോൾസ് ഓഫ് അമോണിയ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് 448 ലിറ്റർ ഓഫ് ഗ്യാസ് സ്റ്റോർഡ് ഇൻ എ സിലിണ്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ലേ? 448 ലിറ്റർ ഓഫ് ഗ്യാസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ എസ് ടി പിയിൽ. 0 ഡിഗ്രി സെൽഷ്യസ് 273 കെൽവിൻ ആണല്ലേ, നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ തന്നത് മാത്രം, അത് എസ് ടി പി ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾ ഡസ് ദിസ് ഗ്യാസ് കണ്ടെയ്ൻ? ഇതിനകത്ത് എത്ര മോൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ഗ്യാസിൻ്റെ കേസിൽ പഠിച്ചിരുന്നു, അതെന്താ ഓർമ്മ ഉണ്ടോ? അപ്പം given volume divided by volume at STP. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇവിടെ ഗിവൺ വോളിയം എത്രയാണ്? 448 ലിറ്റേഴ്സാണ്. 448 ലിറ്റേഴ്സാണ്. വോളിയം അറ്റ് STP എന്താണ്? 22.4 ആണ്. 22.4 ആണ്. ഇവിടെ ഇവിടെ ഡെസിമൽ ഇല്ല. സാധാരണ നമ്മൾ ഡെസിമൽ ഒഴിവാക്കിയിട്ട് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ചെയ്യാച്ചാൽ, ഇപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരികയാണെങ്കിൽ അതിൽ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യും. മുകളിലും താഴെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പം നമുക്ക് 4480 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2240 എന്നാണ് വരുന്നത്. പക്ഷേ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, പോയിൻറ്റിന് ശേഷം ഒരു നമ്പർ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ഇവിടെ കണ്ടു ഡെസിമലൊക്കെ പോയി. ഇനി നമുക്കറിയാം 224ൻ്റെ ഇരട്ടിയാണ് 448. 4 2 സാർ 8, 2 2 സാർ 4, 2 2 സാർ 4 അല്ലേ? കണ്ടോ, ഡബിളാണ്. 224 ഡബിളാണ്. ഇനി ഈ ബാക്കിയുള്ള 0 കൂടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറായി 20. അപ്പോൾ ഇതിനകത്ത് എത്ര മോൾസ് ഉണ്ട്? 20 മോൾസ് ഉണ്ട്. ഓക്കെ, 20 മോൾസ് ഉണ്ട്. ഇനി നമ്മളടുത്ത് ചോദിച്ചത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് സാമ്പിൾ? നമുക്കറിയാം ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. 6.024 ഇൻറ്റു 10⁻23 മോൾസ് ഉണ്ടാവും. അപ്പം 20 മോൾസിലോ? 20 മോൾസിൽ 20 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 മതി നിങ്ങൾക്ക്. ഓക്കെ, 24 എടുക്കേണ്ട, 22 എടുത്താൽ മതി. 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. അത് ചോദിച്ചെന്താ വെച്ചാൽ 400 ലിറ്റർ ഗ്യാസ് ഉണ്ട്, സിലിണ്ടർ 27 ഡിഗ്രി സെൽഷ്യസും കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഇസ് റിഡ്യൂസ്ഡ് ടു 200 ലിറ്റർ അറ്റ് ദ സെയിം പ്രഷർ? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, നമ്മളുടെ ടെമ്പറേച്ചർ എത്ര കുറയും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ ഏത് ഗ്യാസ് ലോ ആണ് ഉപയോഗിക്കുക? അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ വോളിയമും ടെമ്പറേച്ചറും ആണ് ഇവിടെ റിലേഷൻ അല്ലേ? വാട്ട് വിൽ ബി ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചത്, വോളിയം ചോദിച്ചത്. അപ്പോൾ ഈ വോളിയമും ടെമ്പറേച്ചറും ഇത് രണ്ടും വരുന്ന ഏത് ലോ ആണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ചാൾസ് ലോ ആണ്. ചാൾസ് ലോ ആണ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഇതുണ്ടല്ലോ, അവിടെ ബി ആണ് വേണ്ടത്, സോറി, ഇവിടെ ബി ആണ്, ഇവിടെ സി ആണ്. ഓക്കെ, ഈ ബീൻ്റെ ആൻസർ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു. വിച്ച് ഗ്യാസ് ലോ എന്നുള്ളത് ചാൾസ് ലോ ആണ്. ചാൾസ് ലോ ആണ് നമുക്ക് എന്ത് കാണിച്ചു തരുന്നത്? റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ. അത് നമ്മൾ എങ്ങനെ പഠിച്ച ഓർമ്മ ഉണ്ടോ? V1/T1 ഇസ് ഈക്വൽ ടു V2/T2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം V1 എത്രയാണ്? 400 ലിറ്റേഴ്സാണ്. അപ്പോൾ 400നെ എത്രയാണ് നമ്മളുടെ, സോറി ഇവിടെ T1
ടെമ്പറേച്ചർ ഫസ്റ്റ് എത്രയാണ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്, 27 ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ നമുക്കറിയാം ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. അപ്പോൾ 27നെ നമുക്ക് കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 227 + 273 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെമ്പറേച്ചറിലേക്ക് കിട്ടുന്നത്? കെൽവിനിലേക്ക് കിട്ടും. അപ്പോൾ 300 കെൽവിനാണ് നമ്മളുടെ ടെമ്പറേച്ചർ. ഇത് മറക്കരുത് കൺവേർഷൻ. അപ്പോൾ 400/300 ഇസ് ഈക്വൽ ടു നമ്മുടെ അടുത്ത് ന്യൂ വോളിയം എത്രയാണ്? 200 ആണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ T2 എത്രയായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത് അല്ലേ? T2 എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 300 × 200 ഇസ് ഈക്വൽ ടു 400 × T2 or T2 is equal to 300 × 200. ഇവിടെ ഇൻറ്റു ഉള്ള മൾട്ടിപ്ലിക്കേഷനുള്ള ഈ 400 ഈക്വൽസിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷനിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെയാവും. ഇതിൽ നമുക്ക് സീറോസ് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ 2 4 നമുക്കറിയാം 2 ടൈംസ് പോവും. 2 300ൽ 150 പ്രാവശ്യം പോവും. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ആൻസേഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 150 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. 150 അത് 150 എത്രയാണ്? കെൽവിനാണ്. ഓക്കെ, 150 കെൽവിനാണ്. കാരണം നമുക്കിവിടെ ടെമ്പറേച്ചർ നമ്മൾ ഏതിലേക്ക് മാറ്റിയിട്ടുണ്ട്? കെൽവിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 150 കെൽവിൻ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കുമോ നെഗറ്റീവ് വാല്യൂ ആയിരിക്കുമോ? അറിയോ? നോക്കാം. 150 കെൽവിൻ 0 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 273 കെൽവിനാണ്. അപ്പോൾ 0ൻ്റെ താഴത്തേക്കല്ല ഇത് പോകുന്നത്. പക്ഷെ എത്ര താഴത്തേക്ക് പോവും? 150 - 273 നമ്മളങ്ങനെ എഴുതേണ്ടത് അല്ലേ? 150 - 273. പക്ഷേ നമുക്കിങ്ങനെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 273 150 അങ്ങോട്ട് കുറയ്ക്കും. എന്നിട്ട് അതിനെ മൈനസ് സൈൻ ഇട്ട് കൊടുക്കും. അപ്പം ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ ഇത് എത്രയായിരിക്കും? -123 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഞാനിപ്പം രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാൻ വെറുതെ കൺവേർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ചിലപ്പം അത് ചെയ്യേണ്ട ആവശ്യമില്ല, കെൽവിനിൽ ചെയ്ത് നിർത്തിയാൽ മതി. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ കാണിച്ചു തന്നത് മാത്രം. ഓക്കെ, ഇനി ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് 3 ഡിഗ്രി സെൽഷ്യസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. Above what temperature in Kelvin does this substance obey the gas laws? അപ്പം ഏത് ടെമ്പറേച്ചറിലാണ് ഈ ഗ്യാസ് എന്ത് ഒബേ ചെയ്യേണ്ടത്? ഗ്യാസ് ലോ ഒബേ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഏത് ഇതിലാണ് ഗ്യാസ് ലോ ഒബേ ചെയ്യുക എന്നുള്ളത്? ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഈ 3 ഡിഗ്രി സെൽഷ്യസിന് എന്ത് ചെയ്യണം? കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 3 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ എത്ര കെൽവിനാണ്? 273 + 3, അതായത് 276 കെൽവിനാണ് ഇത്. 273 കെൽവിനാണ്. 273 + 276 കെൽവിനാണ് വരുന്നത്. അപ്പം 276 കെൽവിൻ എത്തിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഒബേസ് ഗ്യാസ് ലോ. നമ്മൾക്ക് അങ്ങനെയാണ് ചോദിച്ചത് അല്ലേ? എത്ര കെൽവിനിൽ ആണ് ഇത് ഗ്യാസ് ലോ ഒബേ ചെയ്യുക? 273 കൊണ്ട് 3 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? അതാണ് ആ ടെമ്പറേച്ചർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറെ അങ്ങോട്ട് കുറേ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതിൽ. ഓക്കെ, 6th one. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ് ഇൻ 710 gram ക്ലോറിൻ ഗ്യാസ്? 710 gram ക്ലോറിൻ ഗ്യാസിൻ്റെ അകത്ത് എത്ര ക്ലോറിൻ മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ എത്ര മോൾ ഉണ്ട് നമുക്കറിയണ്ടേ? എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടുള്ളൂ. 710 gram ആണല്ലേ? അപ്പോൾ അത് ഗിവൺ മാസ്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം എത്ര മോളിക്യൂൾസ് ഉണ്ട് കണ്ടുപിടിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് അതിൽ എത്ര മോൾസ് ഉണ്ട് എന്നാണ്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ആ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് ക്ലോറിൻ 71 ആണ്. ഓക്കെ, ക്ലോറിൻ്റെ മോളിക്കുലാർ മാസ് 71 ആണ്. Cl2ൻ്റെ അതിനെ കൊണ്ട് നമുക്ക് ഗിവൺ മാസിനെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ 71 ഒരു പ്രാവശ്യവും ഈ 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ എത്രയായി? 10 പ്രാവശ്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര മോൾസ് ഉണ്ട്? 10 മോൾസ് ഉണ്ട്. 10 മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മോളിൽ
അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പം 10 മോൾസിലോ 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് 022 ഇൻറ്റു 10⁻23. ഇവിടെ നമുക്ക് ഇങ്ങനെ ആഡ് വെക്കുന്നതിൻ്റെ കാട്ടിയും നല്ല എന്താ, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ 23 10 ഉണ്ട് അല്ലേ. ഇതിന് മീനിങ് എന്താ വെച്ചാൽ ഇവിടെ 23 ടെൻസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ 10 കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് വരും? 6.022 ഇൻറ്റു 10⁻24 എന്ന് കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മാർക്ക് ഇത് എഴുതി വെച്ചാൽ തന്നെ കിട്ടും. ഓക്കെ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദിസ് സാമ്പിൾ? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ വരുന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ 2 കണ്ടോ, ഇവിടെ 2 ഉണ്ട്. അപ്പം ക്ലോറിൻ ഒരു ഡയാറ്റോമിക് ആണ്. ഡയാറ്റോമിക് പറഞ്ഞാൽ ഒരു ക്ലോറിൻ മോളിക്യൂളിനകത്ത് 2 ക്ലോറിൻ ആറ്റംസ് വരുന്നുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആറ്റംസ് ഉണ്ടാവും? ഇവിടെ ശ്രദ്ധിക്കുക, 2 ആറ്റംസ് കൂടിയതാണ് ഒരു മോളിക്യൂൾ, ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 10 മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളത്. അതിൻ്റെ മുമ്പിലൊരു 2 കൂടി ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ 2 ഇൻറ്റു 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അതായത് ഇവിടെ എത്ര ഉണ്ടാവും? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 20 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇത്രയും ആറ്റംസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? നിങ്ങൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി വാച്ച് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കാം. ഇനി how many grams of hydrogen is required to react with 700 gram nitrogen in the production of ammonia? നമുക്കിവിടെ ചോദിച്ചത് അമോണിയയിൽ how many grams of hydrogen is required to react with 700 gram nitrogen in the production of ammonia. അപ്പം ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. N2 plus 3H2 gives 2NH3 അല്ലേ? നമ്മൾ നേരത്തെ കണ്ടതാണിത്. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നൈട്രജൻ്റെ ഒരെണ്ണത്തിന് 14 ആണ്. അപ്പം 2 നൈട്രജൻ 28. അപ്പോൾ 28 ഗ്രാം നൈട്രജൻ റിയാക്ട്സ് വിത്ത് 3H2 എന്ന് പറഞ്ഞാൽ എത്രയായി? 6 ഗ്രാംസായി. 6 ഗ്രാം ഹൈഡ്രജൻ ടു ഗീവ് അമോണിയൻ്റെ 14ഉം ഹൈഡ്രജന് 3 കൂടെ 17 ആണ്. അപ്പോൾ 2 ഇൻറ്റു 17 എത്രയാണ്? 34 ഗ്രാമാണ് വരുന്നത്. ഓക്കെ, 28 ഗ്രാം, 6 ഗ്രാം, 34 ഗ്രാം. ഇത് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. 1 മോൾ അല്ലെങ്കിൽ ഇവിടെ 2 മോൾസ് ഓഫ് അമോണിയ കിട്ടുന്നുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താ? എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം 700 ഗ്രാം നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യാൻ? അങ്ങനെയല്ലേ ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതാ ഇവിടെ ഓൾറെഡി 28 ഗ്രാം ഉണ്ട്. നമുക്കിവിടെ തന്നത് 700 ആണ്. അപ്പോൾ ഈ 700നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം ഞാനിവിടെ സിംപ്ലിഫൈ ചെയ്ത് കട്ട് ചെയ്യാം. 7 28ൽ 4 ടൈംസ് പോവും. 700ൽ 700 ടൈംസിൽ എത്ര പോവും? 100 പ്രാവശ്യം പോവും അല്ലേ? 100 ഇൻറ്റു 7 ആണ് 700. ഇനി എളുപ്പത്തിൽ 400ൽ 25 പ്രാവശ്യം പോവും. ഓക്കെ, 25. അതായത് 1 ഗ്രാമിൽ 25 ഗ്രാം വേണം. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതെല്ലാം ഈ 25 കൊണ്ട് അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 28 ഇൻറ്റു 25 ചെയ്താൽ നമുക്ക് 700 കിട്ടും. അതേപോലെ എത്ര ഗ്രാം ഹൈഡ്രജൻ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 25 ഇൻറ്റു 6 ചെയ്യാം. അപ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും. അതേപോലെ എത്ര അമോണിയ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുക? ഇവിടെയുള്ള വാല്യൂവിനെ 34 ഇൻറ്റു 25 ചെയ്താൽ മതി. 34 ഇൻറ്റു 25 ചെയ്താൽ മതി. 34 ഇൻറ്റു 25 ചെയ്താൽ നമുക്ക് 850 എന്ന് കിട്ടും. അത്രയും ഗ്രാംസ് കിട്ടും. ഇത് ഒരു വഴി. വേറൊരു വഴി എന്താ വെച്ചാൽ, നമുക്കിതിനെ 1 ഗ്രാമിൽ കൺവേർട്ട് ചെയ്യാം. അതായത് റേഷ്യോ എടുത്തിട്ട് 28 ഗ്രാം നൈട്രജന് എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം? 6 ഗ്രാം ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ 700 ഗ്രാം നൈട്രജന് എത്ര ഗ്രാം ഹൈഡ്രജൻ? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ് എന്ന് എടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 28. അപ്പം ഞാനിവിടെ വീണ്ടും കട്ട് ചെയ്യാണ്. 7 28ൽ 4 ടൈം പോവും. 700ൽ 100 ടൈം പോവും. 400ൽ 25 ടൈംസും പോവും.
25 ഇൻറ്റു 6 എന്താ വരിക? 150 ആണ് വരിക. കണ്ടോ? സെയിം ആൻസറാണ് കിട്ടുന്നത്. നമുക്കിവിടെ 150 കിട്ടിയില്ലേ? അതേപോലെ തന്നെ കിട്ടും. അങ്ങനെ 2 വഴിയുണ്ട്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നുന്നു നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ്സ് 1 കിലോഗ്രാം? അപ്പം 1 കിലോഗ്രാം കാൽസ്യം കാർബണേറ്റ് ആണ് എത്ര മോൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ഓക്കെ, എത്ര മോൾസ് ഉണ്ടെന്ന്. അപ്പം നമ്മൾ സാധാരണ വാല്യൂ ഗ്രാംസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? ഗ്രാംസിലാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 ഗ്രാംസ് ആണ്. നമുക്കറിയാം 1000 ഗ്രാംസ് ആണ് വരുന്നത്. ഇനി മോൾസ് ഓഫ് കാൽസ്യം 1 കിലോഗ്രാം. അപ്പോൾ 1000 ഗ്രാമിൽ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പം 1000 പിന്നെ ഇതിൻ്റെ മോളിക്കുലർ മാസ് എത്ര നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കാൽസ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് എത്ര വരുന്നത് നോക്കണം. അപ്പോൾ കാൽസ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് വരുന്നത് 100 ആണ്. ഓക്കെ, മോളിക്കുലർ മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഈസ് 100 ആണ് അതിൻ്റെ മോളിക്കുലർ മാസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര മോൾസ് ഉണ്ട്? 1 കിലോഗ്രാമിൻ്റെ അകത്ത് 10 മോൾസ് ആണ് വരുന്നത് അല്ലേ? 10 മോൾസ് കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി മാസ് ഓഫ് ദ സെയിം നമ്പർ ഓഫ് അമോണിയം മോളിക്യൂൾസ് ആസ് കണ്ടെയ്ൻഡ് ഇൻ 88 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നത് പോലെ തന്നെ എത്ര അമോണിയം മോളിക്യൂൾസ്, മാസ് ഓഫ് ദ സെയിം നമ്പർ ഓഫ് അമോണിയം മോളിക്യൂൾസ് ആസ് കണ്ടെയ്ൻഡ് ഇൻ 88 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ ഉണ്ട് നോക്കാം. ആ വാല്യൂ എത്രയാണോ അത് ഇൻറ്റു സെയിം നമ്പർ ഓഫ് അമോണിയം മോളിക്യൂൾസ് ആണ് കണ്ടത്. ഓക്കെ, പറഞ്ഞാൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര മോളാണ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം 12 പ്ലസ് ഓക്സിജൻ്റെ 16 ഇൻറ്റു 2 32 ആണ്. അപ്പോൾ 32ഉം 12 ചെയ്താൽ നമുക്ക് 44 കിട്ടും. അപ്പം ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് എത്രയാണ്? 2 മോൾസ് ആണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടെ 88 ഗ്രാമിൽ കിട്ടുന്നത് 2 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സെയിം നമ്പർ ഓഫ് മാസ് ഓഫ് 2 മോൾസ് ഓഫ് അമോണിയ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. മാസ് ഓഫ് ദ സെയിം നമ്പർ ഓഫ് അമോണിയം മോളിക്യൂൾസ് ആസ് കണ്ടെയ്ൻഡ് ഇൻ 88 ഗ്രാം. അപ്പം 2 മോൾസ് ഇൻറ്റു NH3ൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 14 + 3 17 ആണ്. അപ്പം 2 ഇൻറ്റു 17 ചെയ്ത് നമുക്ക് 34 കിട്ടും. അപ്പം 34 ഗ്രാം അമോണിയ എടുത്താലാണ് അതിൻ്റെ അകത്തും കാർബൺ ഡൈ ഓക്സൈഡ് 2 മോൾ കിട്ടിയപ്പോൾ തന്നെ അമോണിയത്തിൻ്റെയും 2 മോൾ ഉണ്ടാവും. ഓക്കെ, ഇനി മാസ് ഓഫ് 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് കെപ്റ്റ് അറ്റ് STP. അപ്പം 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് കെപ്റ്റ് അറ്റ് STP. അതിൻ്റെ മാസ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ STP ആണ് അല്ലേ? അറ്റ് STP ആണ്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? മാസ് ഓഫ് 1 മോൾ എത്രയാണ്? മാസ് ഓഫ് 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളിവിടെ നേരത്തെ മോളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? 44 ആണ്. 24 ലിറ്റർ വരുമ്പോൾ 44 ഗ്രാമാണ് വരുന്നത്. എത്ര ഉള്ളതിൽ മാസ് ഓഫ് 1 മോൾ എത്രയാണ്? 44 ആണ്. ഓക്കെ, 44 ഗ്രാമാണ് വരുന്നത്. 9. The volume of a cylinder containing ammonia at STP is 4480 milliliter. Find the number of moles of ammonia in the cylinder. അപ്പം നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ് 4480 ഇവിടെ ശ്രദ്ധിക്കണം, ml ആണ് ഇതുള്ളത് അല്ലേ? മില്ലി ലിറ്റേഴ്സിലാണുള്ളത് ഇൻ ദ സിലിണ്ടർ. അപ്പം ഒന്നുകിൽ നമ്മൾ ഈ മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ നമുക്കറിയാം വോളിയം അറ്റ് STP is equal to 22.4 ലിറ്റേഴ്സാണ് അല്ലേ? 4 ലിറ്റേഴ്സാണ് വരുന്നത്. അപ്പം നമുക്കൊന്നെങ്കിൽ ഇതിനെ പിടിച്ച് എന്താക്കുക? 22.4 ഇതിനെ പിടിച്ച് ലിറ്റേഴ്സിലേക്ക് മാറ്റാം. അപ്പോൾ ലിറ്റേഴ്സിലേക്ക് മാറ്റാൻ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക? മില്ലി ലിറ്റേഴ്സിലേക്ക് മാറ്റാം. അതല്ല എളുപ്പം കുറച്ചും കൂടി. അപ്പം 22.4 ലിറ്റേഴ്സ്, 22.4 മില്ലി ലിറ്റർ പറഞ്ഞാൽ 1 ലിറ്ററിന് 1000 മില്ലി ലിറ്ററാണ്. അപ്പോൾ ഇതിനെ ഇൻറ്റു
1000 ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിലേക്ക് മാറും? മില്ലി ലിറ്റേഴ്സിലേക്ക് മാറും. അപ്പോൾ ഇത് 224 ഫോളോഡ് ബൈ 3 zeros വരും അല്ലേ? 3 zeros വരും. പക്ഷേ പോയിൻ്റ് കഴിഞ്ഞ ഒരു നമ്പർ കൊണ്ട് ഞാനത് ഒഴിവാക്കാണ് കേട്ടോ. അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മളത് ഒഴിവാക്കാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. 4480 ഡിവൈഡഡ് ബൈ 22400. അപ്പം ഈ 2 സീറോസും അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. നമുക്കറിയാം ഇതിൻ്റെ ജസ്റ്റ് ഡബിളാണിത്. അല്ലെങ്കിൽ 224 448 2 ടൈം പോവും, ഇതിൻ്റെ അകത്ത് 1 ടൈം പോവും. അപ്പോൾ നമുക്കിവിടെ ബാക്കി വരുന്നത് 2/10 എന്നാണ് അല്ലേ? 2/10. അപ്പോൾ 2/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് രണ്ടിൽ 2 പോവില്ലേ? 1/5 എന്നാണ് വരുന്നത്. 1/5. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1/5 മോൾസാണ്. 1/5 മോൾസാണ് അതിൻ്റെ അകത്തുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നമുക്ക് എക്സാമിന് ഫുൾ ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കി പഠിക്കുക. ഓക്കെ, ഫൈൻഡ് ദ മാസ് ഓഫ് ദിസ് അമോണിയ ഗ്യാസ്. അപ്പം 1/5 മോൾ അമോണിയ ഗ്യാസിൻ്റെ മാസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്കറിയാം ഒരു മോൾ അമോണിയ മാസിൻ്റെ ഗ്യാസ് എത്രയാണ്? 14 + 3 17 ആണ്. അപ്പം അതിനെ 17 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. 1 × 17 17/5. അപ്പം 5 17-ൽ 3 ടൈം പോയിൻ്റ് ഇട്ടിട്ട് 20-ൽ 4 ടൈംസ് ആണ് പോവുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ 3.4 ഗ്രാം എന്നാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇത്ര മില്ലി ലിറ്റേഴ്സാണ്, 3.4 ഗ്രാംസ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ അകത്ത് ഹൗ മെനി മോളിക്യൂൾസ് ചോദിച്ചിട്ടുണ്ട്. മോളിക്യൂൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ എത്ര മോൾസ് ഉണ്ടോ അത് ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10ാമത്തത്. കൺസിഡർ ദ കെമിക്കൽ റിയാക്ഷൻ 2H2 + O2 gives 2H2O. How many moles of oxygen should react to obtain 10 mole water? അപ്പോൾ ഇവിടെ 2 മോൾ ഹൈഡ്രജന് കൂടെ 1 മോൾ ഓക്സിജനാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ അടുത്ത് ചോദിച്ചത് എത്ര മോൾസ് ഓക്സിജൻ വേണം 10 മോൾ ഹൈഡ്രജൻ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എളുപ്പം തന്നെ ഇവിടെ മനസ്സിലാക്കാനൊരു വഴിയുണ്ട്. 1 മോൾ 2 മോൾ വാട്ടറാണ് തരുന്നത്. അപ്പോൾ 10 മോൾ കിട്ടാൻ എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യുക, 1 2. അങ്ങനെയാണെങ്കിൽ x moles of oxygen to give 10. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 2x or x is equal to 10/2 5 എന്ന് കിട്ടും. ഓക്കെ, 5 ആണ്. അപ്പം 5 മോൾ ഓക്സിജൻ വേണം ടു റിയാക്ട് വിത്ത് എത്ര കിട്ടാൻ വേണ്ടി? 10 മോൾ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് വൺ, ഫൈൻഡ് ദ മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 10 മോൾ വാട്ടർ. 10 മോൾ വാട്ടർ. ഇപ്പോൾ വാട്ടറിൻ്റെ 10 മോൾ കിട്ടണം ടു ഗെറ്റ് 10 മോൾ വാട്ടർ. അപ്പം ഓക്സിജൻ നമ്മളിവിടെ നേരത്തെ കണ്ടു എത്ര വേണം? ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 32 ഗ്രാമാണ് അല്ലേ? മാസം 32 ഗ്രാം ഓക്സിജൻ വേണം ടു ഒബ്റ്റെയിൻ 1 മോൾ ഓഫ് വാട്ടർ കിട്ടാൻ വേണ്ടി 32 ഗ്രാം വേണം. അപ്പം നേരത്തെ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 5 അല്ലേ? എത്ര മാസ് ഓഫ് ഓക്സിജൻ വേണം ടു ഒബ്റ്റെയിൻ 10 മോൾ എന്നുള്ളത്. അപ്പോൾ 10 മോൾ കിട്ടാൻ വേണ്ടി നമുക്ക് എത്ര ചെയ്യണം? 32 × 5 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 160 ഗ്രാം എന്നാണ് കിട്ടുക. മാസ് ഓഫ് ഓക്സിജൻ എത്ര വേണം? 160 ഗ്രാം. ഓക്കെ, നമ്മളിവിടെ മോൾസാണ് കണ്ടുപിടിച്ചത്. മോൾസിനെ ഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് മാറി? ഗ്രാമിലേക്ക് മാറി. അപ്പം ഇതോടെ നമ്മളുടെ ലെറ്റസ് SS എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു.